താൻ മറന്നിട്ടില്ലല്ലോ. ആദ്യം സാക്ഷിയെ നോക്കി. ഞാനല്ല മറന്നത്, ഏട്ടനല്ലേ? അവൾ മുഖം തിരിച്ചു. ചച്ചു, നിന്നെ മറക്കാനോ? ആദ്യം സാക്ഷിയോട് ചോദിച്ചു. ലച്ചു അമ്പലത്തിലെ പൂജയ്ക്ക് വന്നപ്പോൾ എല്ലാം പറഞ്ഞു. സാക്ഷി നിറകണ്ണുകളോടെ ആദിയെ നോക്കി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, നീ എന്തൊക്കെയാണ് പറഞ്ഞു വരുന്നതെന്ന്. ആദ്യ സംശയത്തോടെ സാക്ഷിയെ നോക്കി. സാക്ഷി സ്വയം തലയിൽ തട്ടി ആലോചിച്ചു. എൻ്റെ കണ്ണാ, ഞാനങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ലായിരുന്നു. കുട്ടിക്കാലത്തെ സൗഹൃദം പ്രണയമായി മാറുന്നതെങ്ങനെയാണ്? ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ വെറുമൊരു കാര്യസ്ഥൻ്റെ മകളാണ്. അർഹതയുള്ളതേ മോഹിക്കാവൂ എന്ന് പറഞ്ഞത് സാക്ഷി നീ മറക്കരുതൊരിക്കലും. ഹലോ ആദി, സാക്ഷി ഒന്ന് തട്ടി. അപ്പോഴാണ് സാക്ഷി ചിന്തയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. പറയൂ ലച്ചു, എന്താണ് പറഞ്ഞത്? ആദി വീണ്ടും ചോദിച്ചു. അത് സാക്ഷി വിക്കി എന്നതും നിത്യ, അശ്വതി ഇടയിൽ കയറി പറഞ്ഞു. അത് കേട്ടതും ആദിയുടെ മുഖവും മനസ്സും അസ്വസ്ഥമാക്കുവാൻ തുടങ്ങി.